കണ്ണൂർ അഞ്ചരക്കണ്ടി ദന്തൽ കോളേജിൽ ആത്മഹത്യ ചെയ്ത നിതിൻ രാജിന്റെ വീട്ടിലെത്തി സഹപാഠികൾ. രണ്ടുപേരാണ് തിരുവനന്തപുരത്തെ ഉഴമലക്കലിലെ വീട്ടിലെത്തിയത്. അനാട്ടമി വിഭാഗം മേധാവിയായ ഡോക്ടർ എം കെ റാം നിതിനെ ടാർഗറ്റ് ചെയ്ത് ഹറാസ് ചെയ്തെന്നും ക്ലാസിൽ ബോഡി ഷേമിംഗ് നടത്താറുണ്ടെന്നും സഹപാഠികൾ പറഞ്ഞു. പേടിച്ചിട്ടാണ് പലരും പരാതി നൽകാത്തതെന്നും സഹപാഠികൾ വ്യക്തമാക്കി. പറഞ്ഞ കാര്യങ്ങളൊക്കെ സത്യമാണ്. റാം സാറിനെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ സത്യമാണ്. സാറെന്ന് വിളിക്കാൻ പോലും തോന്നുന്നില്ല. ഒരു മൃഗവാത് സാറല്ല അത്. അവൻ്റെ പേപ്പർ എല്ലാവരും മുമ്പിൽ വെച്ച് ഓരോ കുട്ടികളായിട്ട് കൊടുത്ത് വായിപ്പിച്ച് അവനെ നല്ല രീതിക്ക് ഹറാസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവനെ മാത്രമല്ല, ക്ലാസ്സിനെ ഫുൾ ബോഡി ഷെയിം ചെയ്യാറുണ്ട്. എന്നെ ഫാറ്റി ഗേൾ എന്ന് വിളിക്കാറുണ്ട്. നിറം കുറവാണെങ്കിൽ കറുത്തിട്ടാണ് പറയാറുണ്ട്. ഇച്ചിരി നിറം കൂടിയ കുട്ടിയാണെങ്കിൽ യു ലുക്ക് ലൈക്ക് സിൻഡ്രല്ല എന്നും പറയാറുണ്ട്. നമ്മളെയൊക്കെ അപ്പോൾ അങ്ങ് അടിച്ച് താത്താ സംസാരിക്കുന്നത്. എൻ്റെ ക്ലാസ്സിലിരിക്കുന്ന കുട്ടിയെ വേറെ കുട്ടി കൊണ്ട് അടുപ്പിക്കുക, അടിച്ച് ശരിയായില്ലെങ്കിൽ ചോദിക്കും നീ എന്താ ട്രാൻസ്ജെൻഡർ ആണോ, ഗേ ആണോ എന്നൊക്കെയാണ് ചോദിക്കുന്നത്. നമുക്കൊന്നും മിണ്ടാൻ പറ്റത്തില്ല അവിടെ. ഞങ്ങൾക്കിപ്പോൾ കംപ്ലയിൻറ്റ് ചെയ്തിട്ടില്ല എന്ന് തന്നെ പറയാം. പേടിച്ചിട്ടാണ് കംപ്ലയിൻറ്റ് ചെയ്യാത്തത്. കോളേജിൽ വിദ്യാർത്ഥികൾക്ക് പ്രതികരിക്കാനുള്ള സംവിധാനമില്ലെന്നും മകന്റെ മരണത്തോടെയാണ് കാര്യങ്ങൾ പുറത്തുവരുന്നതെന്നും നിതിൻ രാജിന്റെ പിതാവ് രാജൻ പറഞ്ഞു. എൻ്റെ മകൻ്റെ മരണത്തിന് ശേഷമാണല്ലോ എല്ലാം പുറത്തു വന്നത്. പക്ഷേ അതിന് മുമ്പേ അവിടെ പ്രതികരിക്കാൻ ഈ 100-ൽ ഒരു കുട്ടി പോലും ഇല്ല. പ്രതികരിച്ച അവൻ്റെ സർട്ടിഫിക്കറ്റുകളെല്ലാം പിടിച്ചു വെച്ചിട്ട് അവന് ഡോക്ടറായിട്ട് പുറത്തു വരാൻ പറ്റില്ല, അല്ല അവൾക്ക് ഡോക്ടറായിട്ട് പുറത്തു വരാൻ പറ്റില്ല. അങ്ങനെ ആരും പ്രതികരിച്ചില്ല. അപ്പോൾ എൻ്റെ കുട്ടി മരണപ്പെട്ടു, അവനല്ലേ കൊന്നു. റിനു ശ്രീധർ തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. റിനു, ഈ മരിച്ച നിതിന്റെ സഹപാഠിയുടെ വാക്കുകൾ കേൾക്കുകയായിരുന്നു. സാറെന്നൊന്നും അയാളെ വിളിക്കാൻ കഴിയില്ല, അയാളൊരു മൃഗമാണ് എന്നാണ് ആ കുട്ടി പറയുന്നത്. അതിൽ നിന്ന് തന്നെ വ്യക്തമാണ് അയാളുടെ പ്രവൃത്തികൾ ഏത് രീതിയിലായിരുന്നു എന്നുള്ള കാര്യം. ഇത്രയൊക്കെ അനുഭവിച്ചിട്ടും ഇവരാരും തന്നെ പരാതിപ്പെട്ടില്ല എന്നാണോ, മാനേജ്മെന്റ് ഈ വിഷയങ്ങളൊന്നും അറിഞ്ഞില്ല എന്നാണോ മനസ്സിലാക്കേണ്ടത്? അമൃത, നിതിന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ടുകൊണ്ടിരുന്ന ബന്ധുക്കളുടെ അടക്കം മൊഴി അന്വേഷണ സംഘം രേഖപ്പെടുത്തുന്ന ഒരു സാഹചര്യമുണ്ടായി. പക്ഷേ ആ മാതാവിന്റെ മൊഴിയെടുക്കാൻ വേണ്ടി കഴിഞ്ഞില്ല എന്നുള്ളതാണ്. അത്തരമൊരു സാഹചര്യമായിരുന്നില്ല. അവർ ആരോഗ്യപരമായി തന്റെ മകൻ നഷ്ടപ്പെട്ട വേദനയിൽ നീറിക്കഴിയുന്ന ഒരു സാഹചര്യം. നാളെ അവരുടെ മൊഴി രേഖപ്പെടുത്തുമെന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഒപ്പം ഈ വീടിന്റെ സമീപവാസികൾ, ഈ സഹപാഠികൾ ഉൾപ്പെടെയുള്ളവരുടെ മൊഴി അന്വേഷണ സംഘം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അന്വേഷണ സംഘം വന്നു പോയതിന് തൊട്ടു പിന്നാലെയാണ് നിതിന്റെ സഹപാഠികളായിട്ടുള്ള 2 പെൺകുട്ടികൾ ഈ വീട്ടിലേക്ക് എത്തുന്നത്. അമൃത, ആ പെൺകുട്ടി പറഞ്ഞത് ഇങ്ങനെയാണ്: അദ്ദേഹത്തെ ഒരു അധ്യാപകനായി പോലും കാണാൻ കഴിയില്ല, ഒരു മൃഗമായി മാത്രമേ കാണാൻ കഴിയൂ. അത്രയ്ക്കും മോശമായിട്ടുള്ള രീതിയിലാണ് കുട്ടികളോട് ഇടപെടുന്നത് എന്നുള്ളതാണ്. ബോഡി ഷെയ്മിങ് നടത്തുന്നു, കറുത്തവനാണെങ്കിൽ പിന്നെ നോക്കണ്ട, അവനെ അപമാനിക്കുന്നത് വലിയ രീതിയിലാണ്. ഇതിനെ തന്നെ അവൻ്റെ പേപ്പറിലെ തെറ്റുകൾ ഓരോന്നായി കുട്ടികളെ കൊണ്ട് വായിപ്പിച്ച് അവനെ അത്രയധികം ഹരാസ് ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക്, വേദനിപ്പിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഈ റാം എന്ന് പറയുന്ന അധ്യാപകൻ പോയി എന്നുള്ളതാണ്. സംഗീത എന്ന് പറയുന്ന അധ്യാപികയുടെ കാര്യത്തിലും മാറ്റമൊന്നുമില്ല. ഇവർ രണ്ടുപേരും ഇപ്പോൾ നിലവിൽ ഒളിവിലാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. ചിലപ്പോൾ കോടതിയിൽ ഉൾപ്പെടെ ഇവർ മുൻകൂർ ജാമ്യത്തിനായി ഒരു അപേക്ഷ സമർപ്പിക്കുവാനും നാളെ തയ്യാറെടുക്കുന്നു എന്നുള്ള വിവരം കൂടി ലഭിക്കുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇന്ന് ഈ നിതിൻ്റെ ബന്ധുക്കൾ, അതായത് സഹോദരിയുടെ ഭർത്താവ് അടക്കം DGPയെ കണ്ട പരാതി നൽകിയിട്ടുണ്ട്. നിലവിൽ കണ്ണൂർ പോലീസ് അന്വേഷിക്കുന്നുണ്ടെങ്കിൽ പോലും തങ്ങളുടെ മകന് അല്ലെങ്കിൽ ബന്ധുവിന് നിതിന് നീതി വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് DGPയെ നേരിൽ കണ്ട ഇപ്പോൾ പരാതി നൽകിയിരിക്കുന്നത്. DGP അടിയന്തരമായി അതിലൊരു ഇടപെടൽ നടത്തും എന്നുള്ളൊരു ഉറപ്പ് കൂടി നൽകിയിട്ടുണ്ട്. ഏതെങ്കിലും തരത്തിൽ അന്വേഷണ സംഘത്തെ രൂപീകരിച്ച്, പ്രത്യേകമായിട്ടുള്ള ഒരു അന്വേഷണ സംഘത്തെ വീണ്ടും രൂപീകരിച്ച് വിശദമായിട്ടുള്ള അന്വേഷണത്തിലേക്ക് DGPയുടെ നേതൃത്വത്തിൽ പോകുമോ എന്നുള്ളതും അറിയില്ല. മുഖ്യമന്ത്രി ഉൾപ്പെടെ കാണുവാനുള്ള ഒരു ശ്രമവും നിതിൻ്റെ മാതാപിതാക്കൾ നടത്തുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. എന്തായാലും നിതിൻ ഒരു തീരാ നോവായി തന്നെ, ഒരു നൊമ്പരമായി തന്നെ മുന്നിൽ നിൽക്കുന്നുണ്ട്. ജാതി അധിക്ഷേപത്തിൻ്റെ ഒരു ഇര കൂടി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ആ നിതിന് നീതി ലഭിക്കേണ്ടതാണ്. അദ്ദേഹത്തിൻ്റെ നിതിൻ്റെ നാട്ടുകാരും അതുപോലെ തന്നെ സഹപാഠികളടക്കം പറയുന്നത് ഒരേ ഒരു കാര്യമാണ്: ഈ അധ്യാപകർക്കെതിരെയിട്ടുള്ള ആരോപണം. അത്രയധികം വേദന നിതിൻ അനുഭവിച്ചു എന്നുള്ളതാണ്. എന്തായാലും ആ മാതാവിൻ്റെ മൊഴി കൂടി രേഖപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. വിശദമായിട്ടുള്ള അന്വേഷണവുമായി മുന്നോട്ട് പോകുന്നുണ്ട്. പിതാവ് രാജൻ പറഞ്ഞത്, മാധ്യമങ്ങളോട് അടക്കം പറഞ്ഞത്, പോലീസിന്റെ അന്വേഷണത്തിൽ തൃപ്തിയുണ്ട്, നിലവിൽ ഇതുവരെയുള്ള അന്വേഷണത്തിൽ തൃപ്തിയുണ്ട് എന്നുള്ളതാണ്. എന്തായാലും അന്വേഷണം പുരോഗമിക്കുകയാണ്. നാളെ മാതാവിൻ്റെ മൊഴി കൂടി രേഖപ്പെടുത്തുമെന്നുള്ള വിവരം കൂടി ലഭിക്കുന്നുണ്ട്. അമൃത. റിനു ശ്രീധറാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.